ാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സംസാരിക്കുന്നു. അതേസമയം തന്നെ KCB ഓഫീസിന്റെ പുറത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ വലിയ തരത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ്. ഒരു അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. അതിലേക്ക് എല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടന്നത്, അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം വിശദമായിട്ട് പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുന്ന ഉറപ്പ് വന്നിട്ടുണ്ട്. തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലെ വരും. ഞങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ 10-100 ആളുകൾ പുറത്തുണ്ട്. കാരണം CSR ഒറ്റ വാക്കിന് മുകളിലാണ് ഈ സമയത്ത് കുട്ടികളെ ഇങ്ങോട്ട് കയറ്റിവിടാതെ ഞങ്ങൾ നേതാക്കളുടെ മധ്യ ഒരു കാര്യം പറയുന്നത്, ഇത് ഞങ്ങൾ ഉത്തരവാദപ്പെട്ട വ്യക്തി പോലീസിനെ അറിയിച്ച് ഏറ്റവും മാന്യമായി നിങ്ങളെ മേലെ കൈവെക്കാൻ വേണ്ടിയിട്ടാണ്. പോലീസിനെ അറിയിച്ച് ഏറ്റവും മാന്യമായി ഞങ്ങൾക്ക് സമരമാണ്. ഈ സമരത്തിൽ വിദ്യാർത്ഥികൾ നടപടിയിട്ടില്ല. ഈ ഔദ്യോഗികളെ ഞങ്ങൾ മനസ്സിലാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വൃത്തിയുള്ള നടപടിയൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലീസ് അറിയിക്കാൻ ഞങ്ങൾ ഈ ഓഫീസിലുണ്ട്. ഞങ്ങൾ ആ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞങ്ങൾ പോകും. അതിന് എന്ത് ഓലക്കം വന്നാലും ഇതിനകത്ത് വളരെ ശക്തമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തലേ ദിവസം അയാൾ ഇവിടുത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തലേ ദിവസം ലൈൻ പൊട്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ല. രാവിലെ 3 പ്രാവശ്യം ഓഫീസിൽ പോയി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും പോയിട്ടില്ല എന്ന് മാത്രമല്ല ഒരാളെ ഈ ഓഫീസിൽ നേരിട്ട് വിട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞ അത് ഒരു തരം ചരിത്രമാണ്. യാതൊരു തർക്കമില്ല. കേരളത്തിൽ നമ്മുടെ സാധാരണക്കാർ നികുതിപ്പണം കൊണ്ടാണ് ഈ പരിപാടി എന്നൊന്നും മനസ്സിലാക്കാതെ ഉത്തരവാദിത്വ നിർവ്വഹണം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ സമയം കൂടെ അവസാനിപ്പിക്കണം. ആ കാര്യങ്ങൾ വർത്താനത്തിന് പോകുള്ളൂ. പക്ഷേ ഈ സമയം കൂടെ അവസാനിപ്പിക്കണം. ഈ ഞങ്ങൾ ഓഫീസിൽ വരും, സംശയം വേണ്ട. ആ ഉദ്യോഗസ്ഥന്റെ ഓഫീസിലുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കാതെ ഞങ്ങൾ അയാളെ കൊണ്ടുപോകും. ഇന്ന് 5 മണിക്ക് ശേഷം ആ ഉദ്യോഗസ്ഥരുടെ നടപടി ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ഇന്ന് 5 മണിക്ക് ശേഷം നടപടി ഇല്ലെങ്കിൽ നാളെ അതേപോലെ വരികയാണെന്ന് ശക്തമായ സമരമായിരിക്കും സാർ. നമ്മളിപ്പോ മാന്യമായിട്ടാണ് എല്ലാ മാന്യതയുടെ അംശത്തും നമ്മൾ പറയുന്നത്. സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞു. ഇനി സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം എനിക്കില്ല, പുറത്താക്കാനുള്ള അധികാരം എനിക്കില്ല. അതിന് ചീഫ് എഞ്ചിനീയേഴ്സ്, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയേഴ്സ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഒക്കെ ലെവലുണ്ട്. അവർ സന്ദർശിച്ച് പോയി. മുകൾ ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ ജനവികാരം ഇവിടുത്തെ നെഗറ്റീവാണ് എന്ന് നിങ്ങൾക്ക് മുകൾ അധികാരികൾക്ക് കൊടുക്കാം. നേരത്തെ സാർ SC സാറൊക്കെ വന്ന് സന്ദർശിച്ചല്ലോ. ഇവിടെ സസ്പെൻഡ് ചെയ്യാതെ ജനങ്ങൾ അടങ്ങി നിൽക്കുന്നില്ല. നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കണം. സമരം അവസാനിപ്പിക്കുന്നത് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ കംപ്ലൈന്റ് നിരവധി കംപ്ലൈന്റ് അവിടെ വരും. കാരണം സർവീസുകൾ പൊട്ടി കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രൂക്ഷമായ നമ്മുടെ ശ്രദ്ധയിൽ റിപ്പോർട്ട് പോയിട്ടുണ്ട്. ധന്യ, തീർച്ചയായും. അതായത് ഇന്ന് 5 മണിക്കുള്ളിൽ ഇതിനകത്തൊരു നടപടി വേണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറോട് കാര്യമാണ് ജംഷീർ, ഇതിൽ ആർക്കെതിരെ നടപടി വേണമെന്നാണ്? 5 മണിക്കുള്ളിൽ ആരെയോ സസ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ആർക്കെതിരെയാണ് ഈ സമരക്കാർ നടപടി ആവശ്യപ്പെടുന്നത്? 5 മണിക്കുള്ളിൽ ഒരു നടപടി ഇല്ലെങ്കിൽ അതായത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. ഇവിടെ നിന്ന് ആരെയോ ചില ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് വിട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ പോയിട്ടുള്ള ആ ഉദ്യോഗസ്ഥർ അവർക്ക് ആരാണോ അവർക്കെതിരെ കൃത്യമായ നടപടി വേണം. അവരുടെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആരെല്ലാം ഇതിന്റെ ഉത്തരവാദികളുണ്ട് അവർക്കെതിരെ എല്ലാം തന്നെ നടപടി വേണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഇവർ യൂത്ത് ലീഗ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. അതിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായി തങ്ങൾ സമരം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതിൽ നടപടിയില്ല എങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല. സമരം വളരെ ശക്തമായ സമരം. ഇപ്പോൾ പോലീസിനെ അറിയിച്ച് നടത്തിയ സമരം ഇനി പോലീസിനെ അറിയിക്കാതെ ഓഫീസിലേക്ക് കയറി വന്ന് വലിയ സമരത്തിലേക്ക് നീങ്ങും എന്ന മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ യൂത്ത് ലീഗ് നൽകുന്നു. ശരി ജംഷീർ.